ഹലോ, അസ്സലാമു അലൈക്കും. എന്തെന്ന് വിശേഷം? എല്ലാവർക്കും ഈദ് മുബാറക്ക്. എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക്. ഇപ്പോൾ രാവിലെ നല്ല ചിക്കനെല്ലാം പൊരിക്കുക കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ, പായസം ഉണ്ടാക്കാൻ എല്ലാം ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പെരുന്നാളെല്ലാം അടിച്ചു പൊളിച്ചിട്ടോ. ഇതാ നല്ല ചിക്കനെല്ലാം പൊരിച്ച് ഇത് നമ്മളെ പായസത്തിലേക്ക് തേങ്ങാക്കൊത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ പായസമെല്ലാം റെഡിയായി. ചെറുപയർ പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതാണ് ഇഷ്ടം. ഇതാ നമ്മളെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡിയായി. അപ്പം നമ്മളിത് രാവിലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി. എനിക്കിന്ന് ആശുപത്രി മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊടുക്കണുണ്ടായിരുന്നു പാർസൽ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കി 11 മണിക്ക് ആ ചോറ് എടുക്കാൻ വേണ്ടി ആൾ വരുമായിരുന്നു കേട്ടോ. അപ്പം അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാ ദമ്മ് ഇട്ട് വെച്ചു. ബാക്കി ചോറ് നെയ്ച്ചോറായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാൻ മൂത്തമ്മാനോടെ പോയിട്ട് ചോറ് തിന്നാന്ന് വിചാരിച്ചു. പെരുന്നാളല്ലേ. അങ്ങനെ ഇതാ അവ്വാച്ചിയെല്ലാം കയറി. ഇതാണ് മൂത്തമ്മ താമസിക്കുന്നത്. എൻ്റെ ഉമ്മാൻ്റെ അടുത്തിട്ടാ എൻ്റെ മൂത്തമ്മ നിൽക്കുന്ന പാടിയാണിത്. ഇത് വേറൊരാളെ പാടിയതാണ്. സ്റ്റാൻഡെല്ലാം സീറ്റെല്ലാം പൊളിഞ്ഞിന് അവിടെ. ഇത് ബംഗാളികളാണ് കേട്ടോ. ഈ വിറക് വന്നിട്ടത് ബംഗാളികളാണ്. അപ്പോൾ മാളും അവിടെ ഇരുന്ന്. അപ്പോൾ മൂത്തമ്മ തേങ്ങാച്ചോറ് ഉണ്ടാക്കിന് കേട്ടോ. തേങ്ങാച്ചോറും നല്ല ബീഫും ഉണ്ടായിരുന്നു. മൂത്തമ്മ വിളമ്പി തരികയാണ് എനിക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇക്കൊല്ലം മൂത്തമ്മാൻ്റെ അടുത്ത് വന്നിട്ട് കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. രാവിലെ തന്നെ വന്നു. ഇപ്പോൾ 11:30 ആയപ്പോൾ തന്നെ ഞാൻ ചോറ് മൂത്തമ്മാൻ്റെ കൂടെ ഫസ്റ്റ് കയറി ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ മോളെ കെട്ടിച്ച വീട്ടിൽ പോയി, കുഞ്ഞാമ്മാൻ്റെ കൂടെ എല്ലാം പോയി. അപ്പോൾ ഇതാ ഞാനും അവ്വാച്ചിയും ചോറ് തിന്നാണ് കേട്ടോ. അപ്പോൾ അവ്വാച്ചിക്കും വിശന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അവ്വാച്ചി ദാദാ മൂത്തൂൻ്റെ കൂടെ നല്ല ബീഫ് കറിയും തേങ്ങാച്ചോറ്. ഇതാണ് എൻ്റെ മൂത്തമ്മ നിൽക്കുന്ന വീട് പാടി. അപ്പോൾ മൂത്തമ്മ പൊരിയിൽ നിൽക്കാൻ വരൂല. അസുഖമല്ലായാൽ അതേ സ്പോട്ടിൽ ഇറങ്ങി, വെയ്യാന്ന് തോന്നിയാൽ അതേ സ്പോട്ടിൽ ഇറങ്ങി വരും കേട്ടോ. പിന്നെ അവിടെ നിന്ന് അസുഖമെല്ലാം മാറിയിട്ടാണ് ഇങ്ങോട്ട് വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും ഞാൻ ഇവിടെയാണ് ജനിച്ച് വളർന്നതെല്ലാം. ഞാൻ ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ഞാൻ ഈ പാടിയിൽ നിന്നാണ് ഞാൻ എൻ്റെ പിന്നെ പൊരയിലേക്ക് മാറുന്നത് കേട്ടോ. 11 കൊല്ലം കഴിഞ്ഞ് 12ാമത്തെ കൊല്ലമാണ് ഞാൻ പുര കയറ്റിയിട്ട്. അപ്പം അങ്ങനെയല്ല. അപ്പോൾ പെരുന്നാളെല്ലാം ഇങ്ങനെയെല്ലാം പോയിട്ടോ. അപ്പോൾ മൂത്തൻ്റെ ഉടനതാ ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ചോറേ തിന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ.